ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെയും പോലെ നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. ഇന്ന് നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളിർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചല്ലോ. അതിൻ്റെ ഇതായിട്ട് നമ്മൾ ശുശ്രൂഷിക്കണമല്ലോ. ഇങ്ങനെ ഓരോ ദിവസം വല്ലപ്പോഴൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുടി വളർച്ചയ്ക്കും കേട്ടോ. നമ്മൾ ഉള്ളിൽ ആഹാരം കഴിച്ചാൽ പോരല്ലേ, നമ്മുടെ മുടിയൊക്കെ വളർത്തി അവർക്കും എന്തെങ്കിലും കൊടുക്കേണ്ടേ. ഇന്ന് നമ്മൾ ചോറൊക്കെ കഴിക്കുന്നില്ലേ. ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ മുടിക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് ചോറും വെച്ചുള്ള നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല മുടിക്കും സുപ്പുവിൻ്റെ മുടി അറിയാമല്ലോ, കുറച്ച് മുടിയേ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും കേട്ടോ. ഇത് ചെയ്തിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. കുറച്ചുകൂടിയുള്ള സുപ്പൂന് ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് പോകുന്നത്. മുടിയില്ലാത്തവളാന്നും പറഞ്ഞ് എന്നെ കളിയാക്കല്ലേ. സത്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കഷ്ടം തോന്നും കേട്ടോ. മുടിയില്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്ത് മുടി വളർത്തണമല്ലോ കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ പറയാം, മുടിയില്ലാത്തത് കൊണ്ട് നമുക്ക് മുടി വളർത്താൻ ആഗ്രഹം വന്ന് നമ്മളിങ്ങനെ ഓരോ പായ്ക്കുകളൊക്കെ ഇട്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പം ചിലർ ചോദിക്കുന്നുണ്ടെങ്കിൽ മുടിയില്ലല്ലോ ഇതൊക്കെ ചെയ്തിട്ട്. മുടി വളർത്താൻ തന്നെയാണ് നമ്മൾ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നേരത്തേലും എനിക്ക് മുടിക്ക് നല്ല ബലവും പിന്നെ കറുപ്പും ഒക്കെ വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ പായ്ക്കുകൾ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇന്നും ഞാൻ ചെയ്തേക്കുന്നത് നല്ലൊരു അടിപൊളി പായ്ക്കാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ഇത് ആഴ്ചയിലായാലും മതി കേട്ടോ. ചില കൂട്ടുകാരൊക്കെ ചോദിക്കും എന്നും ഇപ്പം ചെയ്യണമെന്നൊക്കെ. നമ്മൾ പറയല്ലോ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയാം ആഴ്ച 3 പ്രാവശ്യം. ചിലർ ഒന്നും ആരും ഇങ്ങനെ മെനക്കെടത്തൊന്നുമില്ല. പിന്നെ നമ്മളൊക്കെ ഞാൻ എന്നും ഇപ്പോൾ ഓരോരോ കുഞ്ഞു മുഖത്തൊക്കെ ആണെങ്കിലും ഓരോരോ പായ്ക്കുകളൊക്കെ ഇടുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇതായിട്ട് ജോലി ഇങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ. ഒന്നിരാടമോ നമുക്ക് ആഴ്ച 3 പ്രാവശ്യം ഒക്കെ ചെയ്യാം ഇത് കേട്ടോ. ഇതിപ്പോൾ എന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിലൊന്നോ ഒരു പ്രാവശ്യം ഒക്കെ നമുക്ക് ഇതുമാതിരിയുള്ള പായ്ക്കുകൾ നമ്മുടെ മുടിക്ക് കൊടുക്കാം കേട്ടോ. നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സുപ്പുനെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു പായ്ക്കാണ് കേട്ടോ. ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, അത് സാരമില്ല. ഈ ചോറൊക്കെ അരയ്ക്കുന്ന ഒരു ജോലിയൊക്കെ ഉണ്ട്, അത് സാരമില്ല. നമ്മുടെ വീട്ടമ്മമാർക്ക് എന്തെല്ലാം ഇതിനേക്കാളും വലിയ ജോലികൾ കിടക്കുന്നത്. ഈ ഒരു കുഞ്ഞൊരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കണമല്ലേ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മുടി വളർച്ചയ്ക്കുള്ള പായ്ക്കിട്ട് കൊടുക്കാം. മുടി വളർച്ചയ്ക്ക് മാത്രമല്ല, ഇത് ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയിൽ മുടി കിടക്കും കേട്ടോ. നീളം മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല രസമായിരിക്കും. മുടി അങ്ങോട്ട് നല്ല ചിലരുടെ മുടി കണ്ടാൽ നല്ല മിനുക്കം തോന്നിക്കത്തില്ലേ. അതുപോലെ മിനുക്കമൊക്കെ തോന്നിക്കും. പിന്നെ സുപ്പുവിൻ്റെ കാർക്കൂന്തൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് മുടിയേ ഉള്ളെങ്കിൽ ഇച്ചിരി ഒന്നും നമുക്ക് നല്ല മൂടെന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്ക് നല്ല ആരോഗ്യമുള്ള മുടിയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ സുപ്പുവിൻ്റെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇന്നും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു 1 2 3 4 കൂട്ടം സംഭവങ്ങൾ മതി. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഈ 4 കൂട്ടം കൂടെ അങ്ങോട്ട് നല്ലൊരു പായ്ക്കാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് മുടിയും വളരും. നിങ്ങളല്ലെങ്കിൽ ചെയ്ത് നോക്ക്. ഇവിടെ മോക്ക് മുടിയൊക്കെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ മുടി ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. എൻ്റെ മുടി നിങ്ങൾക്കറിയാമല്ലോ, കാർക്കൂന്തൽ വളർന്നു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഏതറ്റം വരെ പോകുന്നു നമുക്ക് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കെന്തായാലും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരിത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് നമ്മുടെ മുടി കേട്ടോ. ഞാൻ പിന്മാറത്തില്ല. എന്തായാലും ഇത്തിരിയെങ്കിലും ഇവിടെ വരെയെങ്കിലും ഞാനൊന്ന് കിളിർപ്പിക്കും എങ്ങനെയെങ്കിലും കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ 4 കൂട്ടം സംഭവങ്ങളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കൂട്ടം സംഭവങ്ങൾ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ തലേന്നത്തെ ചോറുണ്ടല്ലോ, തലേന്നത്തെ ചോറ് നിങ്ങൾ ഇച്ചിരി ഒരു വെള്ളത്തിലിട്ടതോ അല്ലാതെ അധികമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ഫ്രിഡ്ജിനകത്ത് ചോറെടുത്ത് വയ്ക്കുമല്ലോ, ആ ചോറാണിത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടുമേ വെള്ളം തൊടരുത്. അപ്പോൾ പകരം നമ്മൾ തൈര്, ഒരുപാട് അങ്ങ് പുളിയില്ലാത്ത തൈര് എടുത്ത് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത്, ഞാൻ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് അരച്ചെടുത്തേക്കുന്നത് വെണ്ണ മാതിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ച് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോഴിവർ അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ, വെള്ളം ചേർക്കാതെ നമ്മൾ ഇത് രണ്ടും അങ്ങോട്ട് അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത്, നമുക്കറിയാമല്ലോ ബീട്രൂട്ടൊക്കെ കഴിച്ചാലും നമ്മുടെ ശരീരത്ത് പുരട്ടിയാലും നല്ല അടിപൊളി സൗന്ദര്യമൊക്കെ വരുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ്. ബീട്രൂട്ടും ഞാനുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ തോരൻ വയ്ക്കുന്ന ആ സംഭവത്തിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ചീക എടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മടിയാണെങ്കിൽ നമുക്ക് ഇതും ചെറുതായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് അരച്ച്, വെള്ളം ചേർക്കരുത് ഇതിനകത്തൊന്നും, നമ്മൾ വെള്ളം ചേർക്കരുത്, അങ്ങനെ എടുത്ത് ഞാനല്ലാതെ പിഴിഞ്ഞെടുത്ത നീരാട്ടോ. ഇത്രയും മതി. ഇവനെ ഇങ്ങനെ തന്നെ കഴിച്ചാലും നമുക്ക് നല്ല സൗന്ദര്യവും ശരീരത്തിന് നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിച്ചിട്ടുള്ളവർ കൂടുതലായിട്ട് പറയുന്നത് ഇത് മത്ത് പിടിക്കും, എന്തോ ഒരു ഭയങ്കര ഒരു ചിലർ പറയുന്നേക്കാം കേട്ടോ. ബ്ലഡൊക്കെ കുറവായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഇത് കഴിച്ചാൽ ഇഷ്ടം പോലെ ബ്ലഡ് കൂടി ചാടി വരും കേട്ടോ. ഇത് 3ാമത്തെ ഐറ്റം. ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾ മുട്ടയ്ക്ക് വില കൂടുതലാണ്. എന്താണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ ദിവസം ഓരോ മുട്ട തല്ലി പൊട്ടിച്ച് തലയിൽ ഒഴിച്ചാൽ എങ്ങനെയാണ് എൻ്റെ പോക്കറ്റ് മൊത്തം കീറുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ മുടിയിൽ വെള്ളം മാത്രമല്ലേ എടുക്കുന്നുള്ളായിരുന്നു. അപ്പോൾ ഈ ഒരു പായ്ക്കിന് വേണ്ടത് ഫുള്ളായിട്ട് നമുക്ക് വേണം കേട്ടോ. മുട്ടയ്ക്ക് വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ഒട്ടുമേ വേസ്റ്റാക്കി കളയുന്നില്ല. തോട് നമ്മുടെ ചെയ്യണ വീട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ തല്ലി പൊട്ടിച്ച് നമുക്ക് ഇതിനകത്ത് ഇവരെ 4 പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഒത്തിരി വേണ്ടാലോ, ഇത് നമുക്ക് മുഖത്തും ഇടാം കേട്ടോ. ഈ അരച്ച് വെച്ചിരിക്കുന്ന സംഭവം നമുക്ക് മുഖത്തും ഇടാം കേട്ടോ. മുടിയിലേക്ക് ആവശ്യം, നമ്മുടെ തലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. മുഖത്തിച്ചിരി മതിയല്ലോ, മുഖത്തിച്ചിരി മതി. ഒരുപാട് പുളിയുള്ള തൈരങ്ങ് എടുക്കരുത് കേട്ടോ, ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർക്കാതെ നമ്മൾ പിഴിഞ്ഞെടുത്തതാട്ടോ. ഇതങ്ങോട്ട് നമ്മുടെ വെള്ള ഒരു പാത്രമാണെങ്കിൽ നല്ലതായിട്ട് കാണാം. ഞാൻ മിക്സ് ചെയ്യട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കളറിൽ വരും. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് മുട്ടയും കൂടെ ചേർക്കണ്ടേ. മുട്ടയും കൂടെ ചേർക്കുമ്പം ഒരുപാട് ഇങ്ങനെ നമ്മുടെ മുടി തേക്കുമ്പോൾ അങ്ങ് ഒഴുകി പോകരുത്, അതുമാതിരി നമ്മൾ എടുക്കണം കേട്ടോ. നമുക്ക് ആ മുട്ടയും കൂടെ കേട്ടോ. ചെടിയുടെ മൂട്ടിലോട്ട് ഇരിക്കട്ടെ നമ്മുടെ മുട്ടയുടെ തോട്. ഇതങ്ങോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരൊഴിക്കുമ്പം നമ്മൾ ഒരുപാട് അങ്ങ് എടുത്ത് ഒഴിച്ച് കളയരുത്. എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അതുമാതിരി നമ്മൾ കലക്കിയെടുക്കണം. ഇതൊക്കെ എടുക്കുമ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ടോളൂ കേട്ടോ. എന്ന് വെച്ചാൽ മുട്ടയൊക്കെ ഉള്ളതല്ലേ, ദേഹത്തൊക്കെ വീണാലും സ്മെല്ലെടുക്കത്തില്ലേ. സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നമ്മളിതെല്ലാം കൂടെ ആകുമ്പം തൈരും ഇതും എല്ലാം കൂടെ ആകുമ്പോഴേ ചിലർ വിചാരിക്കും മുട്ടയ്ക്ക് ഭയങ്കര വാടയാണ് കേട്ടോ. പക്ഷെ മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് നമ്മൾ തേക്കുമ്പോൾ ഇച്ചിരി ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിന് ഒട്ടുമേ ഇല്ല. നമ്മുടെ ആ തൈരിൻ്റെയും ആ ചോറിൻ്റെയും എല്ലാം കൂടെ ഒരു ഇതുണ്ടല്ലോ. നമുക്ക് മുടി കിളിക്കുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് സന്തോഷമാണ് കേട്ടോ. എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പം മുടിയൊന്ന് തുമ്പ് മുറിക്കണം. തുമ്പ് മുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഇന്നാളെ മുറിച്ചിട്ടാണല്ലോ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇനി ഒന്നും കൂടെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക്
ഇനിയും തുടങ്ങണം. അപ്പോഴിതേ നന്നായിട്ട് നമ്മൾ കലക്കി വെച്ചു കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ ഇതൊക്കെ? അപ്പോഴും ഞാൻ ഇച്ചിരി രാവിലെ ഞാൻ മുടിയിൽ കുറച്ച് എണ്ണ തൂത്തതായിരുന്നു കേട്ടോ. ഈച്ച വന്നു കേട്ടോ. കുറച്ച് എണ്ണ തൂത്തിയായിരുന്നു. നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് രാവിലെയും വൈകിട്ടും അങ്ങോട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ബ്ലഡ് ഒക്കെ അങ്ങോട്ട് ഓടിച്ചാടി അങ്ങോട്ടോ നമ്മുടെ തലയിലൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ രാവിലെയും വൈകിട്ടും മുടിയിൽ എണ്ണ പുരട്ടിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഞാൻ രാവിലെ പുരട്ടിയതാണ്. ഇത് ഈ എണ്ണയാണ് ഞാൻ പുരട്ടിയത് കേട്ടോ, ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ. അത് നമുക്ക് രാവിലെ പുരട്ടിയതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അഥവാ ഇപ്പം നമ്മൾ തേക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ പുരട്ടിയതല്ലേ, രാവിലെ എണ്ണ പുരട്ടിയതാണ്, ഇട്ട് ചീകിയതാണ്. നമ്മളെപ്പോഴും എടുക്കും എന്തോ മുടിയിലിടുമ്പോഴും നമ്മൾ നന്നായിട്ട് എണ്ണ പുരട്ടിയിട്ട് മുടി നന്നായിട്ട് ചീകിയിട്ട് വേണം എന്താണേലും നമ്മൾ ഇടേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ഇതേ കളറ് കണ്ടോ, നല്ല കളറാണ് കേട്ടോ, രസമുണ്ട്. ഇതേ ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നല്ലൊരു പായ്ക്ക കേട്ടോ. എല്ലാം നമ്മുടെ ചോറും ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുടിക്കൊക്കെ നല്ല മിനുസം കിട്ടും കേട്ടോ. അവിടെ വെച്ച് വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതാണ് ഞാനൊന്ന് കുത്തിയത് അവനെ ഒന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ. എൻ്റെ ഈ തൈരുണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് ഇരുന്നതാണ്. നമുക്കെല്ലായിടത്തും ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിലും പുരട്ടണം കേട്ടോ. വെള്ളത്തിലിട്ട ചോറാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ചൂട് ചോറ് എടുത്ത് വെച്ച് അരയ്ക്കരുത് കേട്ടോ. ചൂട് ചോറെടുക്കരുത്. തലേന്നത്തെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണേലും വെള്ളത്തിനകത്ത് ഇട്ടതാണെങ്കിലും വെള്ളം മാറ്റിയിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്നു. വിരുന്നുകാര വന്നാട്ടെ, കതിലി വാഴ കയ്യിലിരുന്നു, കാക്കയിരുന്നു വിരുന്ന് വിളിച്ചു. അപ്പോൾ ഫുള്ള് ഞാനത് തേച്ചിട്ട് നമുക്ക് മുടിയിലും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴിത് ഒരുവിധം ഞാൻ ഇവിടെ എല്ലാം തേച്ചു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലെ ഇച്ചിരി കൂടെ നമ്മൾ ഇങ്ങോട്ട് നിന്ന് കേട്ടോ. എനിക്ക് ഇങ്ങനെ പുരട്ടാനൊക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ മുടി വലിച്ചു പിടിച്ചിട്ട് നമ്മുടെ മുടിയിലും കൂടെ, അതാ പറഞ്ഞ പഴയ തുണിയാണ്, പഴയ നൈറ്റിയൊക്കെ കേട്ടോ. എൻ്റെ മുടിക്ക് ഇത്രയും നീളമുണ്ട്, പക്ഷേ ഇത് കയറി പോകുന്നത് കൊണ്ടാട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് വലിച്ചു പിടിക്കണം മുടി കേട്ടോ. വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. ഈ പുറവശത്തെ മുടിക്ക് എനിക്ക് ഇച്ചിരി നീളക്കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ക്ലിപ്പിട്ടിട്ട് മുടിയെല്ലാം പോയെന്ന്. ഇത്രയും മുടിക്ക് നീളമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ നീട്ടി പിടിക്കണം കേട്ടോ. നമുക്ക് മുടിയുടെ അറ്റം വരെ, സുപ്പുവിൻ്റെ മുടിയുടെ അറ്റം കണ്ടോ, അതേ നിങ്ങൾ കണ്ടോ, സുപ്പുവിൻ്റെ മുടിയുടെ അറ്റം വരെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക സുപ്പു കേട്ടോ. ഈ രാമൻകുട്ടി തളരത്തില്ല കേട്ടോ. രാമൻകുട്ടി തളർന്ന പിന്നെ എല്ലാവരും തളർന്നു പോവും കേട്ടോ. അപ്പം ഇങ്ങനെ പോകുന്നു കുറച്ച്. എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ. മുടിയുള്ളവരാണെങ്കിൽ ഒത്തിരി കാണും കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. പഴയതൊക്കെ ഇട്ടോളൂ. മുട്ട, ചോറ്, തൈര് ഇതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാവും കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ നമുക്ക്
ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ മുടിയുടെ അറ്റം വരെ നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഒരു മെനക്കേടാണ്. അതാണ് ചിലർ മടിക്കുന്നത്. ഞാനിപ്പം എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ മുടിക്ക്. വലിച്ച് പിടിക്കണം. സത്യം പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ പിള്ളേരൊക്കെ ഭയങ്കര മടിയായി ബീട്രൂട്ടൊക്കെ കഴിക്കാൻ. എനിക്കിഷ്ടമാണ്. ഈ പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പണ്ട് നമ്മുടെ അമ്മമാരിങ്ങനെ, ഇവർക്കും ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറിനകത്തൊക്കെ. ഇത് കളറായിട്ടിരിക്കുന്നത് നല്ല ഭയങ്കര ഇഷ്ടമല്ലേ കൊച്ചുങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം. മെഴുക്ക് പുരട്ടി വയ്ക്കാനും ഒക്കെ നമ്മുടെ ബീട്രൂട്ട്. കള്ള എൻ്റെ മുടി കാണാനില്ല, പീസായിട്ട് ഇങ്ങനെ കിടന്നപ്പം. ഇത് കാണാൻ എൻ്റെ മോൾ എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പോടി കേട്ടോ. അബ്ബ എന്താ ഈ ചെയ്യുന്നേ? ഇങ്ങനെ അങ്ങോട്ട് പുരട്ടി കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് തലടിച്ചിലൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോഴും നമുക്കൊരു 25 മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മുടിയുടെ അറ്റത്ത് വരെ എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയുടെ അറ്റത്ത് വരെ വരുമല്ലോ, എല്ലാ ഭാഗത്തും ചെല്ലും കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പരട്ടി കൊടുക്കാം. ഞാൻ പരട്ടട്ടെ കേട്ടോ. ബാക്കി ഇച്ചിരി കൂടെ ഉണ്ട്, അതെല്ലാം ഫുള്ള് ഞാൻ തല പരട്ടിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫുൾ തേച്ച് പുരട്ടി കേട്ടോ. മൊത്തത്തിൽ നമ്മൾ തേച്ച് പുരട്ടി. കൊള്ളാം, അടിപൊളി. ഇത് ഇനിയിപ്പം നമ്മൾ കഴുകിയൊക്കെ വരുമ്പോൾ ശരിയായിരിക്കും, വിഷമിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഒട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു 10-25 മിനിറ്റ് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ. പിടിച്ച് കെട്ടുന്നില്ല, നമ്മൾ മുടി പിടിച്ച് ഇങ്ങനെ നീട്ടി കൊടുത്തതല്ലേ കേട്ടോ. ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. അടിപൊളി ഒരു പായ്ക്കാണ്. മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മുടിയിലൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. സുഖുവിൻ്റെ മുടി ഇച്ചിരി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. സങ്കടമൊക്കെ ഉണ്ട്, ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളോട് പറയാനേ കേട്ടോ. ആർക്കാ ഇച്ചിരി മുടിയൊക്കെ പിന്നെ വേണമെന്ന് ആഗ്രഹമില്ലാത്തത്? നമ്മുടെ ഭർത്താക്കന്മാർക്ക് വരെ പിന്നെ അവരിങ്ങനെ നമ്മളെ പെണ്ണ് കാണാൻ വരുമ്പോൾ, പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലോട്ട് വരുമ്പോൾ പെങ്ങന്മാരും ചോദിക്കും, അമ്മയൊക്കെ ചോദിക്കും, എടാ പെണ്ണിന് മുടിയുണ്ടോടാ? ഇപ്പോഴേ അവർ നിരാശയോടെ പറയും, പെണ്ണിന് ഇച്ചിരി മുടി കുറവാകുമ്പോൾ എനിക്ക് ആ പെണ്ണിനെ വേണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ലഡു പൊട്ടുന്നു, ഈ ചെറുക്കൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. എന്താ അണ്ണനെ, എന്നെ മുടിയില്ലെങ്കിലും എന്നെ സ്വന്തമാക്കി കേട്ടോ. നിങ്ങളോട് ഞാൻ സത്യം മാത്രമല്ലേ പറയത്തുള്ളൂ എപ്പോഴും. മുടിയില്ലെങ്കിലും എന്താ, ഇവിടെ വന്ന് പറഞ്ഞത് നല്ലൊരു പെണ്ണാമേ, അമ്മയും പെങ്ങന്മാരെയൊക്കെ പൊന്നു പോലെ നോക്കിക്കോളൂ. അപ്പനുണ്ടായിരുന്നല്ലോ ആ സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു 25 മിനിറ്റ് ഞങ്ങളിവിടെ ഇരിക്കട്ടെ കേട്ടോ. കൂട്ടത്തെല്ലാം മോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് ഇനി നമുക്ക് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നന്നായിട്ട് മുടിയൊക്കെ കഴുകി പച്ചവെള്ളത്തിലാണ് കഴുകിയത് കേട്ടോ. ഷാമ്പൂ ഒന്നും ഇടത്തില്ല ഞാൻ. പിന്നെ ഏത് തന്നെ പായ്ക്ക് നമ്മൾ ഇട്ടാലും നന്നായിട്ട് നമ്മൾ മുടി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ വിരൽ മുടിയിൽ ഇട്ടിങ്ങനെ ആക്കി നമ്മൾ കഴുകിയെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പായ്ക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പിന്നെന്താ താരനൊക്കെ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എനിക്ക് പിന്നെ മുടി കുറവായതുകൊണ്ട് പിന്നെ എളുപ്പമാണല്ലോ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. മുടിയുള്ളവരുടെ അടുത്ത് പറയാം കേട്ടോ, ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഒലമ്പി കഴുകണം. അപ്പോഴത്തന്നെ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഈ കഴുകുമ്പം തന്നെ. അപ്പോഴും മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലത്. ഇതിപ്പോൾ ഉണങ്ങിയില്ലല്ലോ എൻ്റെ മുടി, അപ്പോഴും ഉണങ്ങുമ്പോൾ ഇച്ചിരി നല്ല ഇതായിട്ട് വരും. ഇതിപ്പം നനവോടെ ഞാൻ വന്നതാണ് കേട്ടോ, കഴിയ പാടെ വന്നതാണ്.
അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം. നല്ലൊരു പായ്ക്കാണ്. മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല സൂപ്പറാണ് കേട്ടോ. എന്താ നല്ല നീളം മുടിയൊക്കെ ഉള്ളവർക്ക് നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്താൽ കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ മുടിയുടെ കാര്യം അറിയാമല്ലോ, എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാനിതിപ്പോൾ നനവോടാണ് വന്നത് കേട്ടോ. ഉണങ്ങാൻ നിന്നാൽ ഒത്തിരി സമയം എടുക്കും. അപ്പോഴും അടുക്കളയിൽ പണിയുണ്ട് ഇനി രാവിലെ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്പാണ്. പിന്നെ ഈ മുട്ടയ്ക്ക് നിങ്ങൾക്ക് ചിലർക്കൊന്നും മുട്ടയുടെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലെങ്കിൽ അതിനകത്ത് നമുക്കൊരു ഇച്ചിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് നമുക്ക് തേക്കാം കേട്ടോ. കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് മുടി കഴുകിയാൽ മതി കേട്ടോ. നല്ല പച്ച വെള്ളത്തിൽ നമ്മൾ മുടി കഴുകിയാൽ മതി. മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അഥവാ അങ്ങനെ ചിലർക്കൊക്കെ ഇച്ചിളിപ്പല്ലേ, ഞാനും നേരത്തെ വിചാരിച്ചത് അങ്ങനെയൊക്കെയാണ്, മുട്ടയ്ക്ക് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ എന്താ കുഴപ്പമില്ല. നന്നായിട്ട് നമ്മൾ മുടി കഴുകിയെടുത്താൽ മതി കേട്ടോ. ഒത്തിരി മുടിയുള്ളവർക്കൊക്കെ പാടായിരിക്കും. നന്നായിട്ട് നിങ്ങൾ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. എന്തായാലും മുടിയൊക്കെ വളർത്താൻ നമ്മൾ തീരുമാനിച്ചു. എന്ത് പാടുപെട്ടാണേലും ഞാൻ ചെയ്യും. ഏത് നമ്മളെ കൊണ്ട് ഒക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങളും കൊണ്ട് എന്തായാലും ഞാൻ നോക്കും കേട്ടോ. ഏതറ്റം വരെ പോവും ആ അറ്റം വരെ സുപ്പ് പോകാൻ തയ്യാറാണ് കേട്ടോ. അത്ര കൊള്ളത്തില്ലല്ലോ, അപ്പോൾ മുടിയില്ലാത്ത പെണ്ണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ വരെ നമുക്ക് മുടിയൊക്കെ വളർത്തി കാണിക്കണ്ടേ കേട്ടോ. അപ്പോഴേ നമ്മുടെ മുടിക്കൊക്കെ നല്ലതേ ഇത് നല്ലൊരു പായ്ക്ക. മുട്ടയും തൈരും ഒക്കെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിക്ക് നല്ല മൂടെന്ന് പറയുന്നത് നല്ല കനമൊക്കെ ഉണ്ടാവാനും, പിന്നെ ചിലതൊക്കെ ഒരു ജീവനും പ്രാണനും ഇല്ല. അതൊക്കെ എനിക്ക് നേരത്തെ എൻ്റെ മുടിക്ക് ജീവനും പ്രാണനും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴെന്തേ ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതാട്ടോ. ഇതൊക്കെ ഫ്രണ്ടിലെ മുടി കേട്ടോ. ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല കുഞ്ഞു ഐറ്റങ്ങളും കൊണ്ട് നമുക്ക് നമ്മുടെ മുടിയൊക്കെ കിളിർപ്പിക്കാം കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ നേരത്തെ മുടിയിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ടെന്ന് എൻ്റെ വീഡിയോ നേരത്തെ കണ്ടവർക്കൊക്കെ അറിയാം കേട്ടോ. മുടിക്ക് നല്ല കറുപ്പും ഒക്കെ ആയി കേട്ടോ. ഇപ്പോഴേ ഒരു മിനുക്കം തോന്നുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കേട്ടോ. ഉണങ്ങിയില്ല, ഉണങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ നമുക്ക് ഇത് ഗ്ലേസിങ് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ കണ്ടു ആരോ എന്നെ കുറിച്ചും പറഞ്ഞു. അപ്പോഴത് ഇങ്ങനെ തന്നെ നമുക്ക് പിടിക്കുമ്പം തന്നെ അത് മനസ്സിലാവും കേട്ടോ. കണ്ടോ. അപ്പോഴുണങ്ങുമ്പോൾ നല്ലതായിരിക്കും ഈ ചോറൊക്കെ കണ്ടോ. അപ്പോൾ ചോറ് ഉള്ളിൽ കഴിക്കാൻ മാത്രമല്ല നമ്മുടെ മുടിക്കും നല്ല ഗ്ലേസിങ് ഉണ്ടാവാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഈ സംഭവം നല്ലതാണ് കേട്ടോ. കണ്ടോ നമ്മളിങ്ങനെ തന്നെ പിടിക്കുമ്പോൾ. ഇതിപ്പോൾ എൻ്റെ നീളം മുടി അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് അത്രമാത്രം അറിയത്തില്ല. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ നല്ല മിനുക്കം തോന്നും കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പും വീഡിയോയും ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.